നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ബഹളം. യോഗം ബഹിഷ്കരിച്ച് ഇടതുപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. മേയർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. 40 കോടിയുടെ പദ്ധതി 140 കോടിയായത് എങ്ങനെയെന്ന് പ്രതിപക്ഷം ചോദിച്ചു. അഴിമതി ഭരണം കണ്ണൂരിന് തന്നെ അപമാനമാണെന്നും പ്ലക്കാർഡുകളിൽ എഴുതിയായിരുന്നു പ്രതിഷേധം. നിയമവിരുദ്ധമായ ഒരു നടപടിക്രമം പാസാക്കിയാണ് കൗൺസിൽ പറയുന്നു. ഉറുക്കന്മാർ എപ്പോൾ ഓരിയിടും, അത് കാട്ടിനുള്ളിലും കുഴിക്കുള്ളിലുമാണ്. അത് അവരുടെ സ്വഭാവം കാണിക്കും. ഏതായാലും ചരിത്രത്തിൽ ആദ്യമായി 17 അജണ്ടകൾ അടിയന്തര കൗൺസിൽ നടത്തി ഒരു കാരണവശാൽ ഒന്നിന് ഭൂകമ്പം ഉണ്ടാവണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടാവണം. 24 മണിക്കൂറിനുള്ളിൽ ഈ അജണ്ട പ്ലേസ് ചെയ്യണം. അജണ്ട പ്ലേസ് ചെയ്ത് രാത്രി 12 മണിക്കാണ്. 12 മണി ഇതുവരെ ആയിട്ടില്ല. 17 അജണ്ടകൾ. ഇത് അഴിമതി നിറഞ്ഞ കുറെ അജണ്ടകളാണ്. കിയോസ്കുകൾ 1 കോടി രൂപയുടെ പദ്ധതിയാണ്. 8 നമ്പർ അജണ്ട മിഞ്ഞാന്ന് മാറ്റിവെച്ചതാണ്. വീണ്ടും ഇന്നത്തെ അജണ്ടയിൽ വന്ന് ചർച്ച ചെയ്തോ? ഈ 1 കോടി എക്സിക്യൂട്ടീവ് ഏജൻസിക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ അഴിമതി നടത്താൻ വേണ്ടി മാത്രമാണ് ഇന്നിവിടെ ഈ അജണ്ട ഇന്ന് വിളിച്ചു ചേർത്തിരിക്കുന്നത്. മേയർ അജണ്ട വായിച്ചു തുടങ്ങിയതോടെ പി.കെ. രാഗേഷ് ക്രമപ്രശ്നം ഉന്നയിച്ചെങ്കിലും കൌൺസിൽ നടപടി പൂർത്തിയാക്കി മേയർ സീറ്റിൽ നിന്നും എഴുന്നേൽക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷമാണ് അടിയന്തര കൌൺസിൽ അജണ്ട കൌൺസിലർമാർക്ക് നൽകിയത്. ഇതിൽ പ്രതിഷേധിച്ചാണ് സ്ഥിരം സമിതി അധ്യക്ഷൻ പി.കെ. രാഗേഷ് ബഹളമുയർത്തിയത്. ഭരണപക്ഷാംഗങ്ങളും മുദ്രാവാക്യം വിളികളോടെ മേയർക്ക് മുന്നിലെത്തി വലയം തീർത്തു. കൌൺസിൽ നടപടികൾ അവസാനിപ്പിച്ചതോടെ പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളികളോടെ പുറത്തു പോവുകയായിരുന്നു. പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്ത് കൌൺസിൽ ഹാളിന് പുറത്ത് ശക്തമായ പോലീസ് സാന്നിധ്യം നിലയുറപ്പിച്ചിരുന്നു. ഒരു ടെൻഡർ നടപടിയല്ലാതെ അവർക്ക് ഇഷ്ടമുള്ള വ്യക്തിക്ക് അത് ആവശ്യമായുള്ളൂ. അതായത് നമ്മൾ കഴിഞ്ഞ ടെൻഡർ നടപടിയായി ബന്ധപ്പെട്ട നമ്മൾ പറഞ്ഞ സംഖ്യയിൽ നിന്ന് അധികരിച്ച്, അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. അങ്ങനെ അധികരിച്ച സംഖ്യക്ക് അവർക്കിഷ്ടമുള്ള ഒരാൾക്ക് സുതാര്യമായ ടെൻഡർ, പരസ്യമായ ടെൻഡർ, സാധാരണ നിലവാരത്തിൽ ഏതും അങ്ങനെയാണ് വേണ്ടത്. എന്നാൽ ഇവിടെ അതല്ല. അവർ സ്വകാര്യമായിട്ട് അവർക്ക് താല്പര്യമുള്ള ഒരാൾക്ക് ടെൻഡർ കൊടുക്കാൻ ആവശ്യമായ തീരുമാനമെടുക്കുന്നു. ആ തീരുമാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ യോഗത്തിൽ നമ്മൾ ശക്തമായ പ്രതിഷേധം. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.